പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് മോർണിംഗ് ഡ്രോപ്സിലേക്ക് അവർക്ക് സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കിടെ നമുക്കൊരു വാക്യം വായിക്കാമല്ലോ. മത്തായി 28 അധ്യായം അതിൻ്റെ 5 വാക്യം വായിക്കുന്നു. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. ഇതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് മത്തായി 28 അധ്യായം 1 വാക്യം ഇങ്ങനെ കാണുന്നു. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ചു മരിച്ചവരെ പോലെയായി. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, അതായത് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു. കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ യേശു കർത്താവിനെ അടക്കിയതിന് ശേഷം പീലാത്തോസിൻ്റെ പടയാളികൾ എന്ത് പറഞ്ഞെന്നറിയാമോ? യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നാം ആ കല്ലറ ഏറ്റവും ഭദ്രമാക്കണമെന്ന് പീലാത്തോസിനോട് പടയാളികൾ പറയുവാനിടയായി. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾക്ക് ആവോളം അതിനെ നിങ്ങൾ ഉറപ്പാക്കി കൊള്ളുവാൻ പറഞ്ഞു. അങ്ങനെ ആ കല്ലറ വാതിൽക്കൽ കല്ലുരുട്ടി വെച്ച് ആ കല്ല് റോമൻ ഗവൺമെന്റിൻ്റെതായിട്ട് സീല് വെച്ച് പടയാളികളെ കാവലിനുമായി നിർത്തുവാനിടയായി. അവർ പറഞ്ഞു, ഒരു പക്ഷേ യേശു കർത്താവിൻ്റെ ആൾക്കാർ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയിട്ട് ആ ബോഡി കൊണ്ടുപോയിട്ട് അവർ പറയും യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയും. അങ്ങനെ ആകാതിരിക്കുവാൻ കല്ലറ ഉറപ്പാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഈ മറിയ എന്ത് ചെയ്യുന്നറിയാമോ? ഈ മറിയ ദൈവത്തോടുള്ള സ്നേഹം, ഹല്ലേലൂയ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും മഗ്ദലക്കാരി മറിയുണ്ട്, അതായത് 7 ഭൂതം ബാധിച്ച മറിയ ആ ഭൂതത്തെ വിടിവിച്ചപ്പോൾ ആ മറിയ യേശുവിനോട് കൂടെ നടന്ന് അത്രത്തോളം സ്നേഹിച്ച ഒരു മറിയയാണ്. അപ്പോൾ അവർ ഓടി ചെല്ലുകയാണ്. 3-ാമത്തെ ദിവസം സുഗന്ധദ്രവ്യം പൂശുന്നതിന് ബോഡിയിൽ യഹൂദന്മാരുടെ മതാചാര പ്രകാരം അടക്കം കഴിഞ്ഞിട്ട് ഇത്ര ദിവസങ്ങളിൽ ആ ബോഡിയിൽ സുഗന്ധദ്രവ്യം പൂശും. അപ്പോൾ ബോഡി പെട്ടെന്ന് അത് അഴുകി പോകത്തില്ല. അങ്ങനെ അവർ ഓടി ചെല്ലുകയാണ്. അപ്പോൾ പക്ഷെ അവർക്കറിയാം പ്രതികൂലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കല്ലറ സീൽ ചെയ്തിരിക്കുന്നു. പടയാളികൾ ചുറ്റും കാവലുണ്ട്. അതിരാവിലെയാണ്, ഹല്ലേലൂയ, വച്ചിരിക്കുന്ന ഒരു തോട്ടത്തിനകത്താണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അധികാര സ്ത്രീകളാണ് കടന്നു പോകുന്നത്. അവരുടെ കയ്യിൽ സുഗന്ധദ്രവ്യങ്ങൾ കയ്യിലുണ്ട്. പടയാളികൾ കണ്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളെ കൊന്നുകളയുമെന്ന് അവർക്കറിയാം. എന്നാലും ആ പ്രിയ പിതാവിനോടുള്ള സ്നേഹം, ഹല്ലേലൂയ, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓടിപ്പോവുകയാണ്. അവർ മറ്റു പ്രതികൂലങ്ങളൊന്നും നോക്കുന്നില്ല. എന്നാൽ ഇത്രയും വലിയൊരു കല്ല് ഉരുട്ടി വെച്ച് ആ കല്ല് ആരുരുട്ടി മാറ്റിത്തരും? ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ 2 സ്ത്രീക്ക് കഴിയുമോ ആ കല്ലുരുട്ടി മാറ്റുവാനായിട്ട്? എന്നാൽ അതൊന്നും അവർ വകവയ്ക്കാതെ എൻ്റെ പ്രിയനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ അവർ ഓടിപ്പോയപ്പോൾ അവിടെ ദൂതന്മാർ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവർ ചെന്നപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റി അതിന്മേൽ ദൂതൻ ഇരിക്കുന്നു. അങ്ങനെ അവർ ചെന്ന് കല്ലറയിൽ എത്തി നോക്കുമ്പോൾ മുഖം മൂടിയിരുന്ന ഉറുമാൽ മാത്രമേ ഉള്ളൂ. യേശുപ്പച്ചൻ അവിടെയില്ല. അത് കഴിഞ്ഞ് അവരിങ്ങനെ ഭാരത്തോടെ മടങ്ങി വരുമ്പോൾ ബേക്കിൽ നിന്നൊരു വിളി കേൾക്കുവാനിടെ മറിയേ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ മറിയ എന്ത് ഓർത്തെന്നറിയാമോ? തോട്ടക്കാരനായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ വീണ്ടും വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതെന്റെ പിതാവിന്റെ ശബ്ദം തന്നെയാണ്. അവള് വിളി കേട്ട് റബൂനി എന്ന് വിളി കേട്ടു. അത് എൻ്റെ ഗുരു എന്നുള്ള അർത്ഥത്തിലാണ്. സ്ത്രീയെ എന്ന് വിളിച്ചപ്പോൾ റബൂനി എന്ന് വിളി കേട്ടു. ഹല്ലേലൂയ. ഓടിച്ചെന്ന് കാൽക്കൽ വീഴാൻ പോയപ്പോൾ യേശു പറഞ്ഞു, ഇല്ല, എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. നീ നിന്നോട് കൂടെ ഉള്ളവരുടെ നീ എന്ന് പറയുക, ശിഷ്യന്മാരുടെ പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. പ്രിയ സഹോദരങ്ങളെ, നാം വിശ്വസിക്കുന്ന ദൈവം കല്ലറിൽ അടക്കപ്പെട്ടു പോയ ദൈവമല്ല. അടക്കപ്പെട്ടു, എന്നാൽ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പല വിശുദ്ധന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ആകെ മരിച്ചടക്കപ്പെട്ട തുറന്ന കല്ലറ യേശു കർത്താവിന്റെ കല്ലറ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇന്ന് ഇസ്രായേലിൽ ചെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ എഴുതി വെച്ചിട്ട് അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം, നാം സേവിക്കുന്നതും ജീവിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. മരിച്ചടക്കപ്പെട്ട് ദ്രവിച്ചു പോയ ഒരു വ്യക്തിയല്ല. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവിന് കണ്ണുണ്ട്, കാണുന്നുണ്ട്, കൈയുണ്ട്, നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്, ചെവിയുണ്ട്, നമ്മുടെ
പ്രാർത്ഥന കേൾക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ. ആ ദൈവത്തോട് നമുക്ക് അടുത്ത് ചെല്ലാം ഈ പകൽക്കാലം. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം മറുപടി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.